പാലക് ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലക് ചീര കൊണ്ട് നല്ല അടിപൊളി ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇവിടെ പാലക് ചീര നന്നായി കഴുകി അരിഞ്ഞ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ചെറുപയർ പരിപ്പ് അര ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ പരിപ്പിന് പകരം നമ്മൾ സാമ്പാർ പരിപ്പായാലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി. അപ്പം ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറുപയർ പരിപ്പ്, തക്കാളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചീര റെഡിയാക്കാം. അപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകും അതുപോലെ തന്നെ ജീരകവും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എരിവിന് ഇവിടെ വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി എരിവ് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ നമുക്ക് ചീരയോടൊപ്പം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചീര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഇത് ഇളക്കിയെടുക്കാം. ഇത് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് പാലക് ചീര വേവിച്ചെടുക്കണം. ഇത് തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കുക. ഇതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ തുറന്നു വെച്ച് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചീരയോടൊപ്പം ചേർത്ത് കൊടുക്കണം. ചീര അത്യാവശ്യം ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ പാലക് ചീര പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക.